ക്യാമ്പൊക്കെ സ്റ്റാർട്ടായി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റിഫ്രഷ്മെന്റ് വരാൻ തുടങ്ങി. ആൻഡ് അതാണ് പോയിന്റ്. നമ്മൾ ശരിക്കും വന്നേക്കണത് തിന്നാനും കുടിക്കാനും തന്നെയാണ്. ക്യാമ്പൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്താണ് തിന്നാൻ കിട്ടാന്നുള്ളത് തന്നെയാണ്. സിസ്റ്റർ എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്തിനാ വീഡിയോ ഒക്കെ എടുക്കണേന്ന്. അപ്പൊ ഞാൻ പറയാന്ന് വിചാരിച്ചു. അങ്ങനെ ആളെ കൊണ്ടാണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചു. ഈ ചായ ഞാൻ കുടിക്കുന്നത് 12 മണിക്ക് ശേഷം. ചിക്കൻ ബിരിയാണി നോക്കിയിരുന്ന് 12 മണിയായപ്പോൾ ഈ ചായയാണ് കിട്ടിയത്. ഇത്രയും നേരമായിട്ട് ഫുഡ് വരാത്ത കാരണം ഞങ്ങൾക്ക് അവിടെ ഇരുന്നും എടുത്തായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം നടന്നും എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ. അപ്പോഴാണ് ഞാൻ ഈ മുള്ളു പോലത്തെ സാധനം കണ്ടത്. ഇതിന്റെ പേരറിയാവുന്ന ഒരു കമന്റ് ചെയ്തിട്ടോ. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ പരിപാടി കൃഷി തന്നെയാണ്. ഇത് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞത് ചെമ്പരത്തിയുടെ ഇല കൃഷിയാണെന്നാണ്. പക്ഷെ അല്ല, ഇതാണെങ്കിൽ മൾബറി കൃഷിയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ തൊഴുത്ത് ഒന്നെങ്കിൽ വീടിന്റെ ബാക്കിൽ അല്ലെങ്കിൽ സൈഡിലാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഫ്രണ്ടിലാണ്. ഇത് കാരണം കുറച്ച് ദുർഗന്ധം കൂടുതലാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ബിരിയാണി വന്നോന്ന് അറിയാൻ വേണ്ടി തിരിച്ച് നമ്മുടെ സ്പോട്ടിൽ ബിരിയാണി കിട്ടിയ സന്തോഷത്തില് അതിന്റെ കുറച്ച് കുറ്റവും കുറവെല്ലാം പറഞ്ഞ് അത് മൊത്തം വെട്ടി വിഴുങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. സമയം ഏതാണ്ട് ഒരു 3 മണിക്ക് അപ്പുറമായിട്ടുണ്ട്. ഫുഡടി എല്ലാം കഴിയപ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ വണ്ടി കയറി ഞാൻ ഫുൾ ഉറങ്ങി. പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാട്ടോ എനിക്ക് ബോധം വന്നത്. അതും കൂട്ടുകാർ തട്ടി എണിപ്പിച്ച് വിളിക്കേണ്ടി വന്നു. ഇതാണ് എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.